Hello friends, welcome to my channel Swapna's Cooking World. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ 65 ആണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് കുറച്ച് സ്പൈസി ആണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ഇതിലേക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതോടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. ചിക്കൻ 65 ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3-4 പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായി 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ ഈസിയാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്, കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.